ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും പരസ്പരം കാണുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ ആനന്ദമുണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും. കുടുംബങ്ങളിലായിരിക്കുന്നവരൊക്കെ അവരുടെ ജോലിയൊക്കെ അല്പസമയം മാറ്റിവെച്ച് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഇത് പറയുമ്പോൾ പലരും എന്നോട് പങ്കുവെക്കാറുണ്ട്, പലപ്പോഴും ഈ സ്തുതി ആരാധന ഒരു അനുഗ്രഹമായി ഞങ്ങൾക്ക് മാറാറുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇത് അനേകം ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറണം. ഇതാണ് കർത്താവിന്റെ തിരുവുള്ളം. ഇത് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നമുക്കതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം മറന്ന് ഒരു നിമിഷം നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങൾ ടെലിവിഷന്റെ മുൻപിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് ഇപ്രകാരം സ്വരമേർത്തി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, വചനമയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനത്തിന്റെ അഗ്നിയായി ദൈവവചനത്തിന്റെ അഗ്നിയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അഭിഷേക നിറവിൽ നമുക്ക് ഒന്നു ചേർന്ന് ആനന്ദത്തോടെ കരമടിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ആരാധിക്കാം. ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് എല്ലാവരും എല്ലാം മറന്ന് വലിയ ഉല്ലാസത്തോടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ആർത്തുപാട് മക്കളെ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ചേർന്ന് പാടിയേ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ എല്ലാവരും കൂടുവിൻ, ഉണർവോടെ പാടിയേ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. യേശുവേ, അഭിഷേകം പകരണമേ, ഓരോ മക്കളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരിക്കൽ കൂടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം ഈ സമൂഹത്തിന് മേൽ കർത്താവേ നീട്ടണമേ. പരസ്പരം എല്ലാവരും നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ എല്ലാവരും നോക്കി. യഹോവ തന്നെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുക. ചേർന്ന് പാടാ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തുക. അവനെ വാഴ്ത്തിയിടുക. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. യേശുവേ, പ്രവർത്തിക്കണമേ കർത്താവേ. നിന്റെ ദയ, നിന്റെ കാരുണ്യം എത്രമാത്രം വലുതാണ് കർത്താവേ. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി. ഒരിക്കൽ കൂടെ. അവൻ ഒന്ന് റൗണ്ട് ചെയ്ത് എല്ലാവരും നോക്കിയത് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ. യേശുവേ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ. മാതാപിതാക്കളെ മക്കളെ നോക്കിയെന്ന് പറഞ്ഞേ, മക്കള് മാതാപിതാക്കളെ നോക്കി പറഞ്ഞേ, കുടുംബത്തിലുള്ള പരസ്പരം പറഞ്ഞേ, സ്നേഹത്തോടെ. ഒരിക്കൽ കൂടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ. ദൈവമക്കളെ, ഈ കാര്യങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്ത് സ്വർഗം പകരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ചെങ്കടലിനെ വിഭജിച്ച പരിശുദ്ധാത്മാവേ, ജെറീക്കോ കോട്ടയെ തകർത്ത പരിശുദ്ധാത്മാവേ, കരകവിഞ്ഞൊഴുകുന്ന ജോർദാനെ വിഭജിച്ച പരിശുദ്ധാത്മാവേ, ഈ ദൈവജനത്തിന്റെ മേൽ ശക്തിയോടെ വ്യാപരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അനേകരെ സൗഖ്യമാക്കുക. പരിശുദ്ധാത്മാവേ, അനേകരെ വിശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവേ, അനേകരെ അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവേ, അനേകം ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പൊന്നു പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിശ്വസിച്ച് ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം അഭിഷേകമായി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വ്യക്തിപരമായ കുടുംബപരമായ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഇരു കരങ്ങളും കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് കോർത്തു പിടിച്ച് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മ നിറവിൽ നമുക്ക് ചേർന്ന് പാടാം. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവനെ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവനെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും ധ്യാന ശുശ്രൂഷകൾക്കായി പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ അനേകരെ കടന്നു വന്ന് ഇപ്രകാരം ചോദിക്കാറുണ്ട്, സഹോദര, ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ ഇതുവരെയും അറിയത്തില്ല. പ്രാർത്ഥിക്കേണ്ട ഒരു മോഡൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പ്രാർത്ഥനയെക്കുറിച്ച് പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ വളരെ ലളിതമായ വിധത്തിൽ കർത്താവ് ചില ചിന്തകൾ നമ്മിലേക്ക് പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രമോ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങളൊന്നുമല്ല നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പഴയ നിയമത്തിൽ, വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ഭക്തയായ സ്ത്രീയുണ്ട്. അവളുടെ പേരാണ് ഹന്ന. ഹന്നയുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ലളിതമായ 2-3 കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ പോവുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥനയെ കുറിച്ച് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഹന്ന, അവൾ ദൈവസന്നിധിയിൽ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ ഒന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രാർത്ഥന നമുക്ക് പലർക്കും ഒരു ഗൗരവമില്ല. പ്രാർത്ഥനയുടെ മഹത്വമോ പ്രാർത്ഥനയുടെ സമ്പന്നതയോ അതിന്റെ പ്രാധാന്യം മനസ്സിലാകാതെ ഒരു ടൈം പാസിന് വേണ്ടി, ഒരു തമാശ കളിയായി, ഒരു ചടങ്ങായി, ഒരു കടത്ത് കഴിക്കുന്ന വിധത്തിൽ അനേകരെ ചുമ്മാ ഒരു അനുഷ്ഠാനമായി പ്രാർത്ഥനയെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കാണ്. എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കാണ്. എന്റെ ദൈവത്തോടുള്ള എന്റെ ആത്മബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം.
നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം, ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. സങ്കീർത്തകനായ ദാവീദ് 51 സങ്കീർത്തനം 17 വചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ഉരുകിയ മനസ്സ് കർത്താവിന് സ്വീകാര്യമായ ബലിയാണ്. കർത്താവിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് ഉരുകിയ മനസ്സാ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകളോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഭംഗിയോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ശബ്ദമോ, ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് വളരെ സിമ്പിളായി, വളരെ ലളിതമായി നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഈശോ നോക്കുന്നത്. നമുക്ക് എന്തുമാത്രം നുറുക്കമുണ്ട്, നമുക്ക് എന്തുമാത്രം ഹൃദയ ഭാരമുണ്ട്, നമുക്ക് എന്തുമാത്രം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഉരുക്കമുണ്ട്, ഇതാണ് കർത്താവ് നോക്കുന്നത്. വീണ്ടും വചനം പറയുകയാണ്: ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ദൈവമക്കളെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പങ്കുവെക്കുകയാണ്. ഹൃദയ നുറുക്കത്തോടുകൂടെ ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ നേരെ സ്വർഗം ചലിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. കഴിഞ്ഞ ഒരു മാസക്കാലം ഒമാന്റെ പല ഭാഗങ്ങളിലും ദൈവം അതിനെ ശുശ്രൂഷയ്ക്കായി കർത്താവ് അനുവദിച്ചു. ഈ സമയത്ത് ഗാല ദേവാലയത്തിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നാമധേയത്തിലുള്ള ഗാല ദേവാലയത്തിൽ ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നപ്പോൾ അവിടെ ധ്യാനത്തിന് 2ാമത്തെ ദിവസം ഒരു സഹോദരൻ തന്റെ ഭാര്യയുമായിട്ട് കടന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വലിയൊരു മദ്യപാനിയായിരുന്നു, ഒരുപാട് മദ്യപാനത്തിന് അടിമത്തം എന്നിലുണ്ടായിരുന്നു. പ്രാർത്ഥന, ആത്മീയ ശുശ്രൂഷകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു കലിയായിരുന്നു, മഹാദേഷ്യമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നവരെയും ഈ ധ്യാന ശുശ്രൂഷകൾ നയിക്കുന്നവരെയും കൂട്ടായ്മയിലുള്ളവരെയെല്ലാം ഞാൻ ഒരുപാട് പരിഹസിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ട്. ഇവന്മാർക്കെല്ലാം ഒരു പണിയും തൊഴിലും ഇല്ലാതെ ഇവരെന്നെ കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ അനേക പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, എന്നാൽ സഹോദര, എന്റെ ഈ പ്രിയപ്പെട്ടവളുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന അത് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇവൾ പലപ്പോഴും ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ മുട്ടുകുട്ടി പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇവളെയും കളിയാക്കി, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ മടുപ്പ് കൂടാതെ, നിരാശ കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇവളെ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് കള്ള് കുടിക്കുകയല്ല, കള്ളിൽ മുങ്ങിക്കിടന്നിരുന്ന ഈ മനുഷ്യൻ ഗാല ആത്മീയ കൂട്ടായ്മയുടെ പ്രീച്ചിങ് മിനിസ്ട്രിയിലെ ഒരു പ്രീച്ചറാണ്. കർത്താവ് ആ വിധം ആ സഹോദരൻ രൂപാന്തരപ്പെടുത്തി ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഹൃദയം നുറുങ്ങി ആരൊക്കെ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും. 2ാമതായി ഹന്ന, അവൾ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. 1, ഹൃദയം നുറുങ്ങി, 2, കരഞ്ഞു പ്രാർത്ഥിച്ചു. വല്ലപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് കരയാൻ പറ്റണം. കരയുന്നത് എപ്പോഴും ഒരു ബലഹീനതയുടെ അടയാളമായി നിങ്ങൾ കാണരുത്. ദൈവസന്നിധിയിൽ നമ്മൾ കരയുന്നത് അത് ശക്തിയുടെ അടയാളമാണ്. നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലോട്ട് നോക്ക്, പ്രവാചകരുടെ ജീവിതത്തിലോട്ട് നോക്ക്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലോട്ട് നോക്ക്, എന്ത് നമ്മുടെ കർത്താവ് യേശുവിന്റെ ജീവിതത്തിലോട്ട് നോക്ക്. ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഹെബ്രായ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനോട് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവനായിരുന്നപ്പോൾ തന്റെ പിതാവിനോട്, ദൈവപിതാവിനോട് ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ ഈശോ പ്രാർത്ഥിച്ചു. ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം ഇതുപോലെയായിരുന്നു. ദൈവമക്കളെ, ദൈവസന്നിധി നമ്മളെ കരയുന്നത് അത് ബലഹീനതയല്ല, അത് സ്നേഹത്തിന്റെയും ശക്തിയുടെയും കൃപയുടെയും അടയാളമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. നമ്മൾ കരയേണ്ടത് ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കരയുക. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ കരയുക, എന്നിട്ട് മക്കളുടെ മുൻപിൽ ചിരിക്കുക.
ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കരയുക, ജീവിത പങ്കാളിയുടെ മുൻപിൽ ചിരിക്കുക, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുക. മക്കളെന്ന നിലയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുക, മാതാപിതാക്കളുടെ മുമ്പിൽ ചിരിക്കുക, സന്തോഷിക്കുക. നമ്മൾ കരയേണ്ടത് ദൈവസന്നിധിയിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരികയാണ്. പക്ഷെ കൊച്ചുത്രേസ്യ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവൾ സ്വർഗത്തിന്റെ സുഗന്ധമാണ്. ഈ കൊച്ചുത്രേസ്യ പുണ്യവതി തന്റെ സഹോദരിയായ തന്റെ ചേച്ചിയോട്, സെലിൻ എന്ന അവളുടെ പേര്, അവളും ഒരു കന്യാസ്ത്രീ ആയിരുന്നു. സെലിൻ ചേച്ചിയോട് കൊച്ചുത്രേസ്യ പറഞ്ഞൊരു കാര്യമാണ്. ചേച്ചിയോട് അവൾ പറഞ്ഞു, ഞാൻ എന്നും എന്റെ ഈശോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കും. ആ സമ്മാനം ഇതാണ്: ആരോടും പറയാത്ത ഒരു സങ്കടവും ആരും കാണാത്ത ഒരു തുള്ളി കണ്ണുനീരും ഞാൻ എന്നും എന്റെ ഈശോയ്ക്ക് സമ്മാനമായി കൊടുക്കും. ദൈവമക്കളെ, കർത്താവിന്റെ മുൻപിൽ നമ്മൾ കരയണം. സഭയ്ക്ക് വേണ്ടി കരയണം. സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, തിരുസഭയുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ തലമുറയും ഈ കാലഘട്ടവും എല്ലാവിധ അരാജകത്വത്തിൽ നിന്നും, ലൈംഗിക മ്ലേച്ഛതയിൽ നിന്നും, അവിശ്വാസത്തിന്റെ ബന്ധനത്തിൽ നിന്നും പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടാൻ പ്രിയമുള്ളവരെ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രവാചകനായ ജെറമ്യയുടെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുക. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവിടെ പ്രവാചകൻ പറയുകയാണ്, എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ നയനങ്ങൾ ഒരു അശ്രുധാരയുമായിരുന്നുവെങ്കിൽ എന്റെ ജനത്തിന്റെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. വീണ്ടും എസ്രയുടെ ജീവിതത്തിലോട്ട് നോക്കൂ. എസ്ര ആരായിരുന്നു? അവൻ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. എന്നാൽ എസ്രയുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം തിരുവചനത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, എസ്ര ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയത്തിൽ സാഷ്ടാംഗം വീണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ! ബഹുമാനപ്പെട്ട സമർപ്പിതർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും എസ്രയുടെ ജീവിതത്തിലൂടെ ദൈവം സംസാരിക്കുക. ദൈവജനത്തിനു വേണ്ടി, ആത്മീയ കൂട്ടായ്മകൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എസ്രയെ പോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നമ്മൾ കരയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കരയാന്ന് പറഞ്ഞാൽ പരാതി മൂലമുള്ള കരച്ചിലല്ലത്, ദൈവത്തോടുള്ള എതിർപ്പ് മൂലമുള്ള കരച്ചിലല്ല. ഒന്നും കിട്ടിയില്ലല്ലോ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും തന്നില്ലല്ലോ, ഇതെന്നാ ദൈവ, ഇതെന്നാ പ്രാർത്ഥന എന്നുള്ള ഒരു മുറുമുറുപ്പോടെ പിറുപിറുപ്പോട് കൂടിയുള്ള കരച്ചിലല്ല. ഇത് സ്നേഹത്തിന്റെ, കൃപയുടെ, ആനന്ദത്തിന്റെ കണ്ണുനീര. ഹല്ലേലൂയ! വിശുദ്ധ മോനിക്ക, സഭയിൽ വലിയൊരു വിശുദ്ധയല്ല മോനിക്ക. തന്റെ ദുർമാർഗിയായ മകൻ അഗസിനോസിന്റെ ജീവിത വിശുദ്ധീകരണത്തിന്, മാനസാന്തരത്തിന് വേണ്ടി ഈ പാവപ്പെട്ട അമ്മ വർഷങ്ങളോളം ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താ ഉണ്ടായത്? 30-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വചനം അഗസിനോസിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് അഗസിനോസ് ആരാ? തിരുസഭയിലെ വലിയൊരു വിശുദ്ധനാണ്. എന്തുകൊണ്ട് സഭയ്ക്ക് ഇത്രമാത്രം വലിയൊരു വിശുദ്ധനെ ലഭിച്ചത്? ആ പാവപ്പെട്ട അമ്മയുടെ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന. സ്ഥലത്ത് മെത്രാൻ പറഞ്ഞു, സഹോദരി വിഷമിക്കണ്ട, കണ്ണീരിന്റെ പുത്രൻ നശിച്ചു പോവുകയില്ല. സഭയ്ക്കു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കേ. 3-ാമത് ഹന്ന ചെയ്ത് എന്താണെന്നറിയോ? അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീരുമാനമുണ്ടാകണം. ചുമ്മാ കുറയൊന്നും പ്രാർത്ഥിക്കില്ല. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമുക്ക് വ്യക്തതയുണ്ടാകണം, കൃത്യതയുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായി ലക്ഷ്യമുണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം. ഇവൾ എന്താ ചെയ്തെന്നറിയോ? 11-ാമത്തെ വചനത്തിൽ പറയാ, അവൾ കർത്താവിനോട് നേർച്ച നേർന്നു. അവൾ പറഞ്ഞു, കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് നീ എന്നെ ഓർക്കണമേ. അങ്ങ് എനിക്കൊരു പുത്രനെ നൽകിയ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഇത് പല മാതാപിതാക്കൾക്കുമുള്ള കർത്താവിന്റെ സ്വരമാണ്. നമ്മുടെ തലമുറകളെ കർത്താവിന് സമർപ്പിക്കാൻ നമുക്ക് പറ്റണം.
അവൾ അത് ചെയ്തു. അവളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. തീരുമാനമുണ്ടായിരുന്നു, സമർപ്പണമുണ്ടായിരുന്നു. ഞാൻ ചിലരോട് ചോദിക്കാണ്, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടി ഞങ്ങൾക്കത് അറിയാൻ പാടില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണോ പ്രാർത്ഥന? പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തത വേണം, കൃത്യത വേണം, ലക്ഷ്യമുണ്ടാകണം, തീരുമാനമുണ്ടാകണം. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകും. ഇവിടെ എന്താ ഉണ്ടായേ? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 1:20 വാ. അവിടെ വചനം പറയുന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവനെ സാമുവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോയില്ല, തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയില്ല. ഇന്ന് നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ? കണ്ണീരോടെ പ്രാർത്ഥിച്ച്, കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു കഴിയുമ്പോൾ, ദൈവം അത്ഭുതകരമായ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ വേണ്ട, പിന്നെ അടുത്ത വിഷയം വരണം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ. അതുവരെ നമ്മളെ നമ്മുടെ അഡ്രസ് പോലുമില്ല. ഇന്ന് അനേകരുടെ പ്രശ്നം ഇതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം ഇടപെടുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ തീരുമാനങ്ങളിൽ മാറ്റം വരരുത്, സമർപ്പണത്തെ പുറകോട്ട് പോരുത്. ഇവൾ എന്താ ചെയ്ത്? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം അവിടെ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ ആലയത്തിൽ അവനെ നിർത്തുകയാണ്. ദൈവമക്കളെ, വളരെ ലളിതമായ വിധത്തിൽ കർത്താവ് സംസാരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നുറുക്കത്തോടുകൂടി, ഉരുകിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. 2ാമത് കരഞ്ഞു പ്രാർത്ഥിക്കുക. 3ാമത് പ്രാർത്ഥിക്കുമ്പോൾ തീരുമാനത്തോടെ, വ്യക്തതയോടെ, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉന്നതമായ പ്രാർത്ഥനാ ജീവിതം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. കർത്താവ് അതിനായി നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്തി രൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. ഏറൊരുക്കത്തോടെ ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ഹൃദയ നുറുക്കത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. സ്വർഗം ഇടപെടുന്ന സമയമാണ്. കർത്താവിന്റെ സാന്നിധ്യം സൗഖ്യമായി, അത്ഭുതമായി, അഭിഷേകമായി, കൃപയായി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകപ്പെടുന്ന സമയമാണ്. യേശുവേ, പ്രവർത്തിക്കണമേ. ആഴമായ പ്രാർത്ഥനയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്ന അനേകം മക്കളുടെ മേൽ ഇതാ കർത്താവിന്റെ സൗഖ്യശക്തി വ്യാപരിക്കുകയാണ്. രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരെ നിങ്ങളുടെ കരം ആ രോഗാവസ്ഥ ആയിരിക്കുന്ന ശരീരത്തിലെ അവയവത്തിന് മേൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് വിടുതലിന്റെ സമയമാണ്, ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അന്ന് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയനുറുക്കത്തോടെ നിലവിളിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ഇതാ സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു. ഇതാ വലിയ അഭിഷേകം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ. കർത്താവ് ഇടപെടണമേ. അഭിഷേകം ചെയ്യണമേ. ദൈവമക്കളെ, എല്ലാം മറന്ന് ഒരിക്കൽ കൂടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന സമയം, ഈ അനുഗ്രഹത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ,
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദൈവമേ, അത്ഭുതത്തിന്റെ രാജാവേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, ആരാധന, ആരാധന.